ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെയും സുഖം തന്നെയാണ്. അപ്പോൾ പുതിയൊരു വിശേഷം പറയാനുണ്ട്. അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഇതും കൂടിയായിരുന്നു കേട്ടോ. ഒരുപാട് തിരക്കിലായിരുന്നു. നമ്മൾ ഏകദേശം 10-11 ദിവസമായി തോന്നുന്നു കേട്ടോ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ വിളിക്കണേയും മെസ്സേജ് അയക്കണേയും കൂട്ടുകാർക്ക് അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ വേറൊന്നുമല്ല, എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മളെ അനുട്ടി വലിയ കുട്ടിയായോ എന്നുള്ളത് എപ്പോഴും ചോദിച്ചിരുന്നു കേട്ടോ. നമ്മളെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റിലും ഉണ്ടായിരുന്നു, അല്ലാതെ നമുക്ക് പേഴ്സണലായിട്ട് വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും ഒക്കെ ചോദിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെ അനുമോള് വലിയ കുട്ടിയായിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മളെ അനുമോള് വലിയ കുട്ടിയായത്. ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഓൾക്ക് 2 ദിവസമൊക്കെ ആയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇവിടെ ഓളായ സമയത്ത് സ്കൂളിൽ നിന്നാണ് ആയത്. അവിടെ നിന്ന് ഞാൻ പോയി കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നെ നമ്മളിതായി കഴിഞ്ഞാൽ മക്കളെ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുമല്ലോ എല്ലാ കാര്യത്തിലും. അപ്പം അങ്ങനെ ഇതാ പുലർച്ചെ ഓളെ നീപ്പിച്ചിട്ട് ഓൾക്ക് ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അമ്മ വന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഇവിടുത്തെ അമ്മയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓളായ സമയത്ത് അമ്മേൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. അങ്ങനെ വേഗം വീട്ടിൽ നിന്ന് അമ്മ വന്നിട്ടുണ്ട്. അമ്മമാരുണ്ടാവുക എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതാണല്ലോ അല്ലേ, നമുക്കൊരു ധൈര്യമാണ്. അപ്പം അങ്ങനെ അമ്മയാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഉള്ളിച്ചോറാണ് ഞങ്ങളിവിടെ പുലർച്ചെ കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും എങ്ങനെ എന്തൊക്കെ ചെയ്യാമെന്ന് എനിക്കറിയില്ല. നമ്മളൊരു രീതിയാണ് നെയ്യിലോ വെളിച്ചെണ്ണയിലോ ഒക്കെ ഉള്ളി മൂപ്പിച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും ചോറൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതിലേക്ക് സൈഡായിട്ടൊക്കെ മുട്ടയും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൾ വെള്ളമേ കുടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളവും കൊടുത്തു. അങ്ങനെ വേണം വേണ്ടാച്ച് അങ്ങനെ ഇരുന്നിട്ടാണോ അത് കഴിക്കുന്നത് കേട്ടോ. എന്തായാലും അത് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അതാ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ രാവിലെ ഇന്ന് ചക്കക്കുരും മുരിങ്ങക്കായും പുളിയൊക്കെ ഒഴിച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. മാങ്ങ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് തൊട്ട അയൽവക്കത്തുനിന്ന് ഒരു കഷ്ണം ചക്ക തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കുരു തക്കണ പൊന്നു പോലെ പതച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടാണ് കറി വെക്കുന്നത്. മുരിങ്ങക്കായ പിന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ള മുരിങ്ങക്കായാണ്. നമുക്ക് 2-3 മരണ്ട്, ചെറുതാണെങ്കിലും അത് നമുക്കുള്ള കായൊക്കെ കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ഓരോ പണികളിലാണ്. അപ്പം അമ്മ അത് കേട്ടറിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങളും കൊണ്ടാണ് വന്നത് കേട്ടോ. ഒക്കെയുള്ള തലയിൽ തേക്കാൻ നല്ലെണ്ണയും അതുപോലെ കുളിക്കാൻ പിയേഴ്സിൻ്റെ സോപ്പ്, പിന്നെ വെളിച്ചെണ്ണ, കാടമുട്ട, അതിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ്. അതുപോലെ റാഗിപ്പൊടി, ബൂസ്റ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടാണ് വന്നിരുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ കൊടുക്കുമല്ലോ. തടി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൊടുക്കാതിരിക്കരുത് എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ആരോഗ്യം വേണം എന്നുള്ളത്. ഇപ്പോൾ കൊടുക്കണ ആ ഒരു തീറ്റയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ചോറൊരു പിടി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ. അതന്നെ ഓള് ബാക്കി വെച്ചിട്ടുണ്ട്. അതിലത്തെ ഉള്ളിയൊക്കെ പെറുക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് തിന്നുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് തിന്നണേ. അവൾക്ക് കാര്യമായിട്ട് ഇഷ്ടമുള്ളത് മീനും ചോറും അല്ലെങ്കിൽ ചിക്കനും ചോറും അതൊക്കെയാണ് കേട്ടോ. അല്ലാതെ വേറൊരു സംഭവത്തിനോടും അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആളല്ല ഓള്. അത് ചെറുപ്പം മുതലേ അങ്ങനെയാണ്. അപ്പം ഞാനൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഉള്ളിച്ചോറ് കഴിക്കുമ്പോഴൊക്കെ ഒരിത്തിരി കട്ടൻ ചായ കുടിക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒരു രസമാണ്. പക്ഷെ അവളോട് പറഞ്ഞിട്ടൊക്കെ വേണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാ നമ്മളിവിടെ അടുക്കളയത്തെ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഇന്ന് പുട്ട് ഉണ്ടാക്കണം കേട്ടോ. പുട്ടിനെ നനച്ച് വെച്ചിരുന്നു. നമ്മൾ പാക്കറ്റ് പൊടിയാണ്. അപ്പോൾ കുറച്ച് സമയം അത് വെള്ളം ഒഴിച്ചിട്ട് വെക്കണമല്ലോ, എന്നാലേ അത് സോഫ്റ്റായി വരുള്ളൂ. അങ്ങനെ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ. ഒരുപാട് പണികളുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ കുക്കറിൽ ഞാൻ ചക്കക്കുരും മുരിങ്ങക്കായും പുളിയൊക്കെ ഒഴിച്ച് തേങ്ങയൊക്കെ അരച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട ഒന്ന് ചില്ലിയാക്കി എടുത്തിട്ടുണ്ട്. ഏട്ടന് ചോറ് കൊണ്ടുപോകേണ്ടതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ ആക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ പുട്ടിലേക്ക് ഇതാക്കണ കടലക്കറി ആക്കിയിട്ടുണ്ട്. കടലക്കറി നാളികേരം അരച്ചിട്ട് വെക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ സച്ചമോനൊക്കെ. അപ്പോൾ അതുകൊണ്ട് നാളികേരം അരച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി പഴം വേണ്ടവർക്ക് പഴമുണ്ട്. അപ്പോൾ അതാ പുട്ട് ഇത്രയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ അച്ചമ്മയില്ല, അതേപോലെ അമ്മയില്ല. അപ്പോൾ 2 ആളെ കുറവുണ്ട്. പഴം ഇതാക്കണേ ഞാൻ കുറച്ച് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ഇതും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അനുമോൾക്കുള്ള മുട്ടയോടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ചായ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചായ ഇപ്പം എല്ലേ പണി ഒരുങ്ങിയിട്ട് ചില സമയത്ത് അങ്ങനെ ഉണ്ടാക്കട്ടോ. നമ്മൾ ഈ ഒരു ഈസി കുക്ക്, ഈ ഒരു കറണ്ടടുപ്പ് ഉണ്ടല്ലോ, നല്ലതാണ് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ അതാ ബീൻസ് ഉണ്ടായിരുന്നു. ബീൻസ് തോരൻ വെച്ചിട്ടുണ്ട്. ഞങ്ങളെപ്പോഴും ഉപ്പേരി പറയും. അപ്പോൾ ചിലരൊക്കെ തോരനല്ലേ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ബീൻസ് തോരൻ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറ് തിളപ്പിക്കാണ്ടായിരുന്നു, അത് തിളപ്പിച്ച് വെച്ചു. പിന്നെ റേഷനരീൻ്റെ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവുള്ളത് വീണ്ടും വെച്ചിട്ടുണ്ട്, വൈകുന്നേരത്തേക്കൊക്കെ വേണ്ടേ.
അല്ലെങ്കിൽ പിന്നെ അതൊരു പണിയാവുമെന്ന് വിചാരിച്ചിട്ട് അതും അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏട്ടൻ്റെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഏട്ടനുള്ളതൊക്കെ പാത്രത്തിലാക്കി കൊടുത്തിട്ട് ആദ്യം പറഞ്ഞയക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അച്ഛൻ വെട്ടാനൊക്കെ പോയിട്ടുണ്ട് പുലർച്ചെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. ഒന്നാമത് നമ്മളെ വീട്ടിൽ എന്നും നിൽക്കണില്ലല്ലോ. അഥവാ ലീവ് എങ്ങാനും ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനുണ്ടാവും, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ നമ്മൾ ലീവ് എടുക്കലുള്ളൂ. ആദ്യമൊക്കെ ബുധനാഴ്ച എന്നൊരു ദിവസം നമുക്ക് ലീവ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയല്ല കേട്ടോ. അപ്പം നേട്ടം കുറച്ച് കരിമ്പ് ചിരണ്ടിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി അമ്മ അവിടെ ഇരുന്ന് ചിരണ്ടണുണ്ട്. സാധാരണ നമ്മൾ അച്ഛമ്മ ഉണ്ടെങ്കിൽ അച്ഛമ്മയും അച്ഛനൊക്കെയാണ് അത് ചെയ്യലുള്ളത്. അച്ഛൻ വിട്ട് കഴിഞ്ഞ് വന്നിട്ട് ചിരണ്ടു കേട്ടോ. പിന്നെ ഇതാ ചേച്ചിക്കുട്ടി ഇപ്പോൾ സ്കൂളിലേക്ക് പോവാണ്ടിരിക്കുമ്പോൾ നമ്മളെ നന്ദുട്ടനും ചെറിയൊരു കള്ളത്തരം ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അവനെ പറഞ്ഞയക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്ദുട്ടൻ ചായയൊക്കെ കുടിക്കുകയാണ്. അനുമോളും സച്ചമോനും ഒക്കെ അവിടെ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അടുക്കളയത്തെ കുറച്ച് പണികളൊക്കെ ഒതുങ്ങിയപ്പോൾ ഞങ്ങളിതാക്കണേ വേഗം തട്ടിയടിക്കാനൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ 2-3-4 ദിവസമായിട്ട് മക്കൾ തന്നെയാണ് കടയ്ക്ക് പോകലുള്ളത്. കണ്ണന് സ്കൂൾ ഉണ്ടായിരുന്നില്ല, സച്ചമോനും ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഒരന്നെയാണ് കൊണ്ടുപോയിരുന്നത് കേട്ടോ. അപ്പോൾ പായസമല്ല, നോമ്പായതുകൊണ്ട് പായസം ഉണ്ടാക്കണില്ല. പിന്നെ ഇതാ ഞാൻ പിറ്റേ ദിവസത്തെ 3-ാം ദിവസത്തെ രാത്രിക്കത്തെ വീഡിയോ ആണ് പിന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീടൊക്കെ മൊത്തം ക്ലീൻ ചെയ്ത് അന്ന് വൈകുന്നേരവും പിറ്റേന്നും ഒക്കെ ഇഷ്ടം പോലെ പണികളുണ്ടായിരുന്നു കേട്ടോ. അമ്മയും കൂടി ഉണ്ടാവുകൊണ്ട് എനിക്കത് വലിയൊരു ആശ്വാസമായി. അപ്പോൾ കണ്ണതാക്കണേ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയിട്ടാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ എടുക്കണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും നമ്മളെ പാറുവിൻ്റെ അതിന് കാട്ടിയിട്ടില്ല. അപ്പോൾ ഓരോ സമയത്തും എന്താ പറയുക, ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യണത് ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കണ്ണന് ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം, ഇലയൊക്കെ വെച്ചിട്ട് അതിൽ എഴുതിയിട്ടൊക്കെ വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഓൻ്റെ ഒരു പണിയാണ് അതൊക്കെ. അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛൻ ഇലയൊക്കെ വെട്ടി കൊടുത്തയച്ചിരുന്നു. പിന്നെ ചേച്ചിയും പാറും ഓരൊക്കെ ഉച്ച കഴിഞ്ഞപ്പോഴേക്ക് വന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വലിയ ആഘോഷമാക്കിയിട്ട് കഴിക്കണമൊന്നുമില്ല, ചെറുമട്ടത്തിൽ നിങ്ങൾ കഴിക്കുന്നുണ്ട്. നമ്മളെ മക്കളെ കാര്യങ്ങൾ നമ്മൾ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് അത് സാധിക്കുമെങ്കിൽ ആ സന്തോഷങ്ങളൊക്കെ ആഘോഷിക്കുക എന്നുള്ളതാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചെയ്തോളണം എന്നില്ല, അത്ര നിർബന്ധമുള്ള കാര്യങ്ങളും അല്ല. അപ്പോൾ ഇതാ നമ്മളെ പാറു ഇതാക്കണ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങാടി പോയപ്പോൾ ഒക്കെ ഫാൻസി വാങ്ങിയപ്പോൾ മൈലാഞ്ചിയൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. അതിനൊന്നൊരു കുറവ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് ഒരു സന്തോഷങ്ങളല്ലേ, അപ്പോൾ അത് വിചാരിച്ചിട്ട് അതും വാങ്ങിയിരുന്നു. അപ്പോൾ പാറു ഫോണിലൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ വൈകുന്നേരം ഞങ്ങൾ തലേ ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ നെയ്ച്ചോറും കടായിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ രാവിലെ റവയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ചിരുന്നു. റവയൊക്കെ വറുത്ത് വെച്ചു. പിന്നെ ഒരു കാര്യം, ഈ ഒരു ദിവസം നമുക്ക് 3-ൻ്റെ അന്ന് 3-ാമത്തെ ദിവസം നമുക്ക് ഇവിടെ ബിരിയാണിക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കണ്ണൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഒരു നോമ്പ് തുറവി ഉണ്ടാക്കിയിരുന്നു ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ. അപ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു ഒരു 15 ആക്കുള്ള ഫുഡ് എന്നുള്ളത്. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിലും ഞാൻ ഇന്ന് അത് ഉണ്ടാക്കി കൊടുത്തുട്ടോ. ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത്തിരി ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് നന്ദുവിനുള്ളത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടേ. പിന്നെ ഇതാ പിറ്റേസ്ത്തേക്കുള്ള സവോളയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ആക്കി വെച്ചിട്ടോ. ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള അതിലേക്കുള്ള ഇഞ്ചിയും പച്ചമുളകും സവോളയും അതൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ അതാ കുറച്ച് സവോള ഇവിടെ അരിയാതെ വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങാനും വേണ്ടി വന്നാൽ എടുക്കാന്നുള്ളതിൽ, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ട് അതും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പിറ്റേന്ന് നമുക്ക് സാദാ ചോറിലേക്കുള്ള മോര് കാച്ചിയതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്ച്ചോറ് കഴിക്കാത്തവർക്ക് സാദാ ചോറ് വേണമല്ലോ. അപ്പോൾ അതിലേക്ക് പയറുപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പയർ പൊട്ടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഈ ഒരു ദിവസം നമുക്ക് രാത്രി കഴിക്കാൻ ചോറിലേക്ക് മീൻകറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു മുളക് കറി കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളിയൊക്കെ ഇട്ടിട്ട് പച്ചമുളകും കീറിയിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുളിയൊക്കെ ഒഴിച്ചിട്ട് മീനോട്ട് തിളപ്പിക്കും. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. അങ്ങനെ ഒരു കറിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇന്ന് ഒരുപാട് പണികൾ ഉണ്ടായതുകൊണ്ടാണ് തോന്നുന്നത് അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു തലവേദനയോ തലമിന്നലൊക്കെ പോലെ അമ്മ പോയി കിടന്നു കേട്ടോ. പിന്നെ വേഗം ഏതായാലും ഒരു ഗുളികയൊക്കെ കൊടുത്ത് ഒരു തുണിയൊക്കെ നെറ്റിയിൽ ഇങ്ങനെ നനച്ചിട്ട് കൊടുത്തിട്ടോ. പിന്നെ കുറേ സമയം കിടന്നിട്ടാണ് അമ്മയ്ക്ക് ഒരു ആശ്വാസമായത്. കുറച്ച് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഒരുപാട് പണിയെന്ന് പറഞ്ഞാൽ ഒരുപാട് പണികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാൻ അമ്മയും കൂടി ഉണ്ടായതുകൊണ്ടാണ് സാധിച്ചത്. പിന്നെ നമ്മളിവിടുത്തെ അമ്മ വന്നിരുന്നു കേട്ടോ. വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും അമ്മ വന്നിരുന്നു. അപ്പോൾ ഇതാ ഇലയൊക്കെ നമ്മളെ കണ്ണൻ തന്നെ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ മല്ലികപ്പൂവ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. നമ്മളിവിടെ സൂര്യകാന്തി ഉണ്ട്, അത് എടുത്ത് കുത്തണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ അതൊക്കെ മറന്നുപോയി.
ഓൻ്റെ പരിപാടിയാണല്ലോ അതൊക്കെ. പിന്നെ നമ്മളിങ്ങനെ എല്ലാതും ഇങ്ങനെ ആലോചിച്ച് ചെയ്യാനുള്ളൊരു ടൈമില്ലല്ലോ. ഞങ്ങളിവിടെ 4ാമത്തെ ദിവസമാണ് കേട്ടോ ഇതിങ്ങനെ ആഘോഷമാക്കി കഴിക്കലുള്ളത്. ഒരു 7 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ടൈം ഉണ്ട് എന്ന് പറയാം. ഇത് തീരെ സമയമില്ലല്ലോ. മക്കൾ പെട്ടെന്ന് ഇങ്ങനെ ആവണ സമയത്ത് നമുക്ക് എന്തായാലും ഒരു മനസ്സിനൊരു എന്താ പറയുക, നമ്മൾ വിചാരിച്ച പോലെ ആവില്ല. ആകെ മൊത്തത്തിലൊരു ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വരുമ്പോഴേക്കും സമയം വൈകിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മളെ കണ്ണൻ തന്നെയാണ് സെറ്റാക്കിയിട്ടുള്ളത്. കണ്ണനും സച്ചുമോനും ചേച്ചിയൊക്കെ ഇരുന്നിട്ടാണ് ഇതൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാക്കണേ പെയിൻറ്റൊക്കെ വാങ്ങി കൊണ്ടുവന്ന് അതൊക്കെ ഇതാക്കണ ഋതുമതി എന്നൊക്കെ പറഞ്ഞ് എഴുതുകയാണ് കേട്ടോ. ആദ്യം ഒന്ന് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ പെയിൻ്റ് ആക്കി എടുക്കുകയാണ്. ഒരുപാട് സമയമായിട്ടാണ് ഞങ്ങൾ തലേ ദിവസം കടന്നത്. അപ്പോൾ മൈലാഞ്ചിയൊക്കെ ഇതാക്കണ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അത് ഇഷ്ടമായോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളപ്പോൾ 6 കഷ്ടപ്പെട്ട് ഇട്ടതാണ്. അപ്പോൾ ഇവിടെ മൈലാഞ്ചി ഇട്ടിട്ട് നമ്മളെ അനുമോളാകെ ക്ഷീണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഓളിങ്ങനെ കടന്നു ഇരുന്നൂറുണ്ടൊക്കെയാണ് ഇതിങ്ങനെ കൈ കാണിച്ച് കൊടുക്കുന്നത്. കുഴങ്ങിയിട്ടുണ്ടാവും. ഒക്കെ അങ്ങനെ വയറുവേനയും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ചെറിയൊരു ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ കുട്ടിക്ക്. എപ്പോഴും കിടക്കണം എന്നുള്ള ആ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അതാ മക്കൾക്ക് ഓരോരുത്തർക്ക് ഞാൻ ചോറ് വിളമ്പി കൊടുക്കണേക്കാളും നല്ലത് ഒരു പ്ലേറ്റിലെടുത്തിട്ട് 3 ആൾക്കും കൂടിയും വാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു കേട്ടോ. പിന്നെ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ കിടത്തൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരു 4 മണിക്കൊക്കെ എണീറ്റു ഞാനും അമ്മയും കൂടി. അതിൻ്റെ പിന്നാലെ പിന്നെ ചേച്ചി അമ്മയൊക്കെ നീച്ചായിരുന്നു. അപ്പോഴേക്കും ഇതാക്കുന്ന ഉപ്പുമാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ തലേ ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നല്ല സുഖമാണ് കേട്ടോ. ചെയ്ത് വെക്കാനുള്ള ടൈം നമുക്ക് വേണം, എന്നാലുള്ളൂ ഇത്ര സുഖത്തിൽ പണിയെടുക്കാൻ പറ്റുക. പിന്നെ ഇതാ നമ്മളെ നെയ്ച്ചോറ് ഉണ്ടാക്കണേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവോളയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ പണികൾ നേരം എടുക്കുമ്പോഴേക്കും ചെയ്താൽ പുറത്തടുപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും കടായി. ആദ്യം ഞങ്ങൾ ഏൽപ്പിക്കുകയല്ലേ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഏട്ടൻ പറഞ്ഞു നിങ്ങൾ തന്നെ വെച്ചാൽ മതി, വെക്കണതല്ലേ, കുറച്ച് തോനുണ്ട് എന്നുള്ളൂ, എന്നാലും കുഴപ്പമില്ല നിങ്ങൾ വെച്ചാൽ സെറ്റാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് നമ്മൾ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെമ്പും പാത്രവും എല്ലാ സാധനങ്ങളും നമ്മളെ കയ്യിലുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഒരു ധൈര്യത്തിലാണ്ട് വെക്കുക തന്നെ. നമ്മൾ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് അധികം ഉണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷൻ തന്നെയാണ്. പിന്നെ തലേ ദിവസത്തെ കുറച്ച് ചോറ് തിളപ്പിക്കാണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം ആരും അങ്ങനെ വല്ലാണ്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ അത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പയറുപ്പേരി വെച്ചു. പിന്നെ കുറച്ച് ചോറും കൂടിയും പുതിയതായിട്ട് വെക്കുന്നുണ്ട്. പപ്പടം കാച്ചാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മോര് വെച്ച് ഇതൊക്കെ തലേന്ന് തന്നെ ഉണ്ടാക്കുകൊണ്ടേ കുറേ ആശ്വാസം. പിന്നെ അമ്മ ദാ ഇവിടെ ചിക്കൻ വെക്കണ ആ ഒരു ചെമ്പുണ്ടല്ലോ, അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ അമ്മ കരി നല്ലോണം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഉരച്ച് കളയാൻ വേണ്ടിയിട്ട് ഓയിൽ തേച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഉപയോഗിക്കണ ചെമ്പിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കരിയായിട്ട് അമ്മ ഇങ്ങനെ പറയലുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ അല്ലെങ്കിൽ വെണ്ണീരൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവൂലേ എന്നുള്ളത്. പെട്ടെന്ന് കൊണ്ടുപോയി വെക്കും നമ്മൾ, അതിനൊന്നും നിൽക്കൂല. അതപ്പം ഉണ്ടായത് ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ഇത്രയും കരി പിടിച്ചത്. പിന്നെ അതാ നമ്മളിവിടെ ആദ്യമൊക്കെ പായസം വെക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു വലിയ ചെമ്പ് പണ്ട് നെല്ല് പുഴുങ്ങാൻ വാങ്ങിയതാണ് കേട്ടോ. ഇതിനിപ്പോൾ എന്തായാലും ഇങ്ങനെ അടപ്പ് വാങ്ങിക്കണം. അപ്പം അത് ഇവിടെ ഇങ്ങനെ എടുക്കാതെ വെച്ചതല്ലേ, പായസം അങ്ങനെ ലാസ്റ്റ് വെച്ചതാണ് കേട്ടോ. നമ്മൾ തോനെ പായസമൊക്കെ ഉണ്ടാകുമ്പോൾ അതിലാണ് വെക്കലുള്ളത്. അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തു. അപ്പോൾ ഇതിലാണ് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിപാടി സംബന്ധിച്ച് നമുക്ക് നല്ല തിരക്ക് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോസുകളൊക്കെ പെട്ടെന്ന് ഇടണേ എന്നുള്ളത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇത് കാത്തിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അമ്മയും ഞാനും ഇവിടെ പാത്രം കഴുകണ തിരക്ക്, അപ്പുറത്ത് ചേച്ചിയും അമ്മയും കൂടിയും തീ കത്തിക്കുന്ന തിരക്ക്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്